ഇതാണ് എൻ്റെ മോളിസ്. അവളാണ് ഈ ബീഫ് കറി ഉണ്ടാക്കിയത്. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർ ബീഫ് കറിയാണെന്നുള്ള കാര്യം മനസ്സിലായി. വായയിൽ വെള്ളം വരുന്നുണ്ട്. കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ച, ഇന്നത്തെ സ്പെഷ്യല് ബീഫാണ് കേട്ടോ. അപ്പോൾ ഒരു കിലോ ബീഫൊക്കെ മേടിച്ചത് കഴുകി നുറുക്കി സെറ്റാക്കി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. മോളിസ് എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവൾക്കറിയുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അതിലേക്ക് വേണ്ട ചേരുവകൾ എന്ന് പറഞ്ഞാൽ ചെറുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാതും കൂടി ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടുത്ത പരിപാടികളിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഗ്യാസ് കത്തിച്ച് അതിന് മുകളിൽ വലിയൊരു ചീഞ്ചട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു 2 സ്പൂണ് മുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി അതൊരു സ്പൂണ് ചേർത്താലും മതി. ഇനി നമുക്കതൊരു ചെറിയൊരു ചട്ടക്കെട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇത് ഇളക്കി ചൂടായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. സാധനങ്ങളൊക്കെ നമുക്കിത് നമ്മുടെ ഈ ബീഫിലേക്ക് കുക്കറിലേക്ക് ഇടാം കേട്ടോ. അതിലേക്ക് വേണ്ട അടുത്ത സാധനങ്ങൾ ആഡ് ചെയ്യാം. കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. എല്ലാവരുടെ ആവശ്യത്തിന് ടേസ്റ്റിനും എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ബീഫാണ് വെക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ കുറച്ച് മീറ്റ് മസാലയുടെ പൊടി ഇടാറുണ്ട്. കുറച്ച് മീറ്റ് മസാലപ്പൊടി ഇടുക. അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, തൊലി കളഞ്ഞ് വെച്ച ഉള്ളി കുറച്ച് നീളത്തിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനിയെടുത്ത ചെറുള്ളി നമുക്ക് ഇതിലൊന്ന് ആഡ് ചെയ്യാം. ഒരു 5-6 അല്ലി ചെറുള്ളി എടുത്തോളൂ കേട്ടോ. പച്ചമുളക് 2 ഉണ്ട്. അത് നമുക്ക് ഇതിലേക്കൊന്ന് 4 കീറി ഇടാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വീണ്ടും നമുക്ക് ഈ ബീഫിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പാണ് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതല്ലാതെ വെന്ത് വരുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ പാകത്തിന് ചേർത്തെടുക്കാം കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാം. അടിപൊളിയായിട്ടൊന്ന് നമുക്ക് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ അത് ചട്ടകൊക്കെ വെച്ചിട്ട് ആൾക്കാർ ചെയ്യാറ്. പക്ഷേ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൻ്റെതായ തനതായ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് പരമാവധി നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യണതാണ് നല്ലത്. ഓക്കെ, അടിപൊളിയായിട്ട് അതൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം ഇതിങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ അല്ല അതൊന്നും ഇതിലേക്ക് കയറി പിടിക്കും. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം, പാകത്തിനായിട്ടുള്ളത്. ഏകദേശം 1 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചോളൂ കേട്ടോ. ഇനി നമുക്കിത് അടച്ച് ഗ്യാസ് കത്തിച്ച് അടപ്പത്ത് വയ്ക്കാം വേവാനായിട്ട്. ഇതിലാണ് ഇത് വേവിക്കുന്നത്. അതിന് തീയിടുന്നുണ്ട്. ഇനി ഇതിൻ്റെ വിസിലൊക്കെ വരട്ടെ. ഇനി നമ്മൾ ബാക്കിയുള്ള ചെറുള്ളിയും കൂടി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെളിച്ചെണ്ണ ഒഴിച്ച് ചീഞ്ചട്ടിയിലേക്ക് പകർത്താം. നമുക്കത് ചെറിയ ചൂടിൽ തീയിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒരു 2 പച്ചമുളക് എടുത്ത് അരിഞ്ഞെടുക്കാം നീളനെ. അത് നമ്മളിത് പകുതിച്ചാക്കിയിട്ട് അത് നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീഞ്ചട്ടിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ചതച്ച് അതിലേക്കൊന്ന് വീണ്ടും ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ നമ്മുടെ ചെറുള്ളിയും പച്ചമുളകും കൂടി വഴന്ന് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഈ ചതച്ച വെളുത്തുള്ളി ഇഞ്ചി കൂടി ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. വേപ്പില കൂടി ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി 1.5 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ പോലെ കുറച്ച് മീറ്റ് മസാലപ്പൊടി ചേർത്ത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി ഒരു കുഴമ്പ് വരത്തിലാക്കി എടുക്കാം. നമുക്കൊരു ചെറിയ തക്കാളി കഴിക്കാം. ചെറിയ മിക്സഡ് ജാറിലാക്കി ഇടാം.
നമ്മൾ നേരത്തെ വഴറ്റാൻ വെച്ച സാധനം നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒന്ന് കുറച്ച് പറത്തിയെടുക്കാം. ഇതിൻ്റെ ഒരു പുതിയൊരു ടിപ്പാണ് കേട്ടോ, ബീഫ് കറിക്ക് ഒരു കൂടുതൽ ടേസ്റ്റ് ചെയ്യട്ടെ കിട്ടാനുള്ളത്. മിക്സിയുടെ ജാറിലേക്കൊന്ന് ആഡ് ചെയ്യാം. നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മളത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ വഴറ്റി വെച്ച ആ കൂട്ടിലേക്ക് ആഡ് ചെയ്യാം. അതെല്ലാതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അടിപൊളിയായിട്ടൊന്നിത് ഇളക്കി ക്ലിയർ ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ ബീഫ് ഇത് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചേരുവകളിലേക്ക് നമുക്ക് ഈ ബീഫ് ഇടാം. ഇതാ ചേരുവകളിലേക്ക് നമ്മുടെ ബീഫ് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബീഫ് തയ്യാറാക്കിയ കടി. നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാൽ ഹായ് എന്ന് പറഞ്ഞു. ഹായ്. ഇതൊന്ന് തിളച്ചെടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോഴത്തേക്കും സൂപ്പർ ഒരു ബീഫ് കറി കുറുകി വരും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർ ബീഫ് കറിയാണെന്നുള്ള കാര്യം മനസ്സിലായി. വായയിൽ വെള്ളം വരുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം, എല്ലാതും ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.